ഇടുക്കി പ്രസ് ക്ലബിന്റെ കെ.പി. ഗോപിനാഥ് മാധ്യമ പുരസ്കാരം മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ എം. ബി. സന്തോഷിന് കൈമാറി. ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി കെ.ആർ. ബിജു പുരസ്കാരം സമ്മാനിച്ചു. മാറുന്ന പ്രകൃതി മാറേണ്ട നമ്മൾ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാധ്യമ മുൻ ജില്ലാ ബ്യൂറോ ചീഫ് വി.ആർ. രാജ്മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇടുക്കി പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് കെ.പി. ഗോപിനാഥ് അനുസ്മരണവും 17ാമത് മാധ്യമ പുരസ്കാര വിതരണവും നടത്തി. പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗം ഇടുക്കി DCRB ഡിവൈഎസ്പി കെ.ആർ. ബിജു ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാളാണെന്നും രാജ്യത്തിന്റെ നിലനിൽപ്പിന് മാധ്യമങ്ങളുടെ പങ്ക് വലുതാണെന്നും പോലീസും മാധ്യമപ്രവർത്തകരും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ കെ.പി. ഗോപിനാഥ് അനുസ്മരണമാണ്, 17ാമത് അനുസ്മരണമാണ്. ഒരു ഫ്രാറ്റേണിറ്റി, അതിലെ ഒരു മെമ്പറിനെ കഴിഞ്ഞ 17 വർഷമായി അനുസ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാധാരണ വ്യക്തികൾ ചിന്തിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വ്യക്തിമുദ്ര പതിപ്പിക്കണമെങ്കിൽ 80, 90, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ടി വരുമെന്നാണ്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കുകയാണ് ശ്രീ ഗോപിനാഥ്. വെറും 57 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇടുക്കി ജില്ലാ പത്രപ്രവർത്തക വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ അനുസ്മരണ യോഗത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇടുക്കി ജില്ലാ പോലീസിൻ്റെ ഭാവിയിലുള്ള നിങ്ങളോടുള്ള എല്ലാ സഹകരണത്തിനും ഇതുവരെയുള്ള സഹകരണത്തിനും നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ നമുക്ക് കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കാമെന്ന വാക്ക് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ദിവ്യസ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൽ പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷത വഹിച്ചു. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി വി.ആർ. രാജ്മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗോപിച്ചേട്ടനോടുള്ള വ്യക്തിപരമായ അനുഭവം, പിന്നീട് തൊടുപുഴ 13 മാസം മാത്രമേ ജോലി ചെയ്തുള്ളൂ. എനിക്ക് ഏറെ സന്തോഷം നൽകിയ ഒരു പത്രപ്രവർത്തന രംഗം സമ്മാനിച്ച ഒരു വീട്. 2 കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഒരു കാര്യം കൂടെ ഇപ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹം, സന്തോഷം നൽകുന്നുണ്ട്. ഈ അവാർഡ് സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ സന്തോഷം ഒരു ചിരകാല സുഹൃത്തുക്കൂടിയാണ്. സന്തോഷിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സന്തോഷിനെ കാണാൻ ഈ അവസരം. ഗോപിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ സാധാരണ ഒരു കൺവെൻഷൻ മാധ്യമ പ്രവർത്തകൻ്റെ വന്നിട്ട് തലയിൽ ഒരു തീ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വർഷത്തെ കെ.പി. ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായ മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ എം. ബി. സന്തോഷ് ഡിവൈഎസ്പി കെ.ആർ. ബിജുവിൽ നിന്നും ഫലകവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി. മാറുന്ന പ്രകൃതി മാറേണ്ട നമ്മളെന്ന വാർത്താ പരമ്പരയാണ് ഇദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ഈ പത്തനംതിട്ട, ഇടുക്കി, വയനാട് ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, അത് നമ്മൾ അയക്കുന്ന വാർത്തകൾ പ്രാദേശിക പേജിനപ്പുറം പോകില്ല. പക്ഷെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് ജില്ലകളിലുള്ളവർക്ക് വാർത്ത അയക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതൊരു 10-30 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ അന്ന് 1ാം പേജിൽ വരുന്ന വാർത്തയല്ല, ജനറൽ പേജിൽ പോലും വരുന്ന വാർത്ത വളരെ കുറവായിരിക്കും. 1ാം പേജിലോ അല്ലെങ്കിൽ ജനറൽ പേജിലോ വരണമെങ്കിൽ ഒന്നുകിൽ മണ്ണിടിച്ചിലുണ്ടാവണം അല്ലെങ്കിൽ മരമെട്ടലുണ്ടാവണം എന്നുള്ളതായിരുന്നു ഒരു. ആ സമയത്ത് ഇപ്പൊ എന്നെ പോലെയുള്ളവർക്കൊക്കെ നമ്മളൊക്കെ എടുത്തുന്ന വാർത്തകളൊന്നും ഇതിനപ്പുറം പോകുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് എന്റെ കർമ്മമേഖല ഈ നാട്ടും ഈ നാട്ടുകാരുമാണ് എന്ന് പറഞ്ഞ് ഈ പ്രാദേശിക പത്രപ്രവർത്തനത്തിൽ തികഞ്ഞ സന്തോഷത്തോടെ നിലയുറപ്പിച്ച ഒരാളാണ് ഈ പ്രിയപ്പെട്ട ഗോപിനാഥൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തീർച്ചയായിട്ടും ഒരു പ്രതിബദ്ധതയുള്ള ഒരു പത്രപ്രവർത്തകന്റെ ഒരു മികവായി തന്നെയാണ് ഞാൻ കാണുന്നത്. സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ സ്വാഗതവും ട്രഷറർ ആൽവിൻ തോമസ് നന്ദിയും രേഖപ്പെടുത്തി. ഭാരവാഹികളായ പി.കെ. ലത്തീഫ്, അഖിൽ സഹായി, അനീഷ് ടോം, വി.വി. നന്ദു, എൻ.വി. വൈശാഖ്, ഷിയാമി,
സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വിൽസൺ കളരിക്കൽ, KA സെയ്ഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. KP ഗോപിനാഥന്റെ സഹോദരങ്ങൾ മുരളീധരൻ നായർ, മകൻ ആനന്ദ് ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്.